അയൽപ്പക്കത്തെ അമ്മപ്പടയും അന്താരാഷ്ട്ര വനിതാ ദിനവും കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുന്നുണ്ടോ? അതെ, ഇത്തിരി കൗതുകപ്പെടാനുണ്ട്. ഒരു കൂട്ടം അമ്മമാർ, അതിൽ 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവരുണ്ട്. അവരുടെ തീരാത്ത വിശേഷങ്ങൾ, ചിരികൾ, കളികൾ, പാട്ട്, ഡാൻസ് എല്ലാം ഉണ്ട്. 10-20 അമ്മമാർ ചേർന്ന് ഒരു ടീമുണ്ടാക്കിയാൽ അവിടെ പിന്നെ ഐക്യരാഷ്ട്രസഭ തോറ്റുപോകുന്ന ചർച്ചകളും ഐൻസ്റ്റീൻ പോലും കുഴങ്ങുന്ന കണ്ടുപിടുത്തങ്ങളും നടക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ അതൊന്നുമല്ലാട്ടോ. ഇതൊരു ഒന്നൊന്നര കൂട്ടായ്മയാണ്. പകൽ മുഴുവൻ പല കമ്പനികളിലും ടാർഗറ്റും ഡെഡ്ലൈനുമൊക്കെയായി മല്ലിട്ട് വൈകിട്ട് വീട്ടിലെത്തിയാൽ പിന്നെ സാമ്പാറും മീൻകറിയും ചപ്പാത്തിയും കുട്ടികളുടെ ഹോംവർക്കും വീട്ടിലെ അല്ലറ ചില്ലറ വർക്കുകളും എല്ലാം കൂടി ഒരു ഓട്ടമാണ്. ഇതിനിടയിലാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവർ ഒത്തുകൂടുന്നത്. ഇക്കൊല്ലത്തെ വനിതാ ദിനത്തിൽ ആ ഒത്തുകൂടലിന് ഇത്തിരി ഗ്ലാമർ കൂടിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. പണ്ട് സ്കൂൾ കലോത്സവത്തിന് തിരുവാതിരക്കളിയും മറ്റും കളിച്ച് സ്റ്റേജിൽ കയറിയ അതേ മെയ്വഴക്കം ഇപ്പോഴും ഉണ്ടെന്ന് തെളിയിക്കാൻ ഇറങ്ങി തിരിച്ചതാണ് ഈ അമ്മമാർ. പാട്ടും ഡാൻസും തുടങ്ങിയാൽ പിന്നെ ആർക്കും ഒന്നിനും മടിയില്ല. എൻ്റെ പൊന്നോ, ഈ സ്റ്റെപ്പ് എനിക്ക് പഠിയുന്നില്ല, ഇത് മാറ്റി വേറെയാക്കാം, ഇതൊന്ന് മാറ്റാം എന്നൊക്കെ പറഞ്ഞവർ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഡാൻസർമാരായി മാറിയിട്ടുണ്ടാവും. വലിയ പ്രൊഫഷണൽ ഡാൻസർമാരൊന്നും ആയില്ലെങ്കിലും തങ്ങളുടെ മനസ്സിലെ ഇഷ്ടങ്ങൾ, ചില സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കാനുള്ള ശ്രമം. ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ ഓഫീസിലെ ജോലിഭാരങ്ങളോ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിൻ്റെ കാര്യമോ ഒന്നും ആരും ഓർക്കാറില്ല. മധുരം പങ്കുവെക്കലായിരുന്നു ഞങ്ങളുടെ പ്രധാന ചടങ്ങ്. എല്ലാവരും ഒരുമിച്ച് പങ്കുകൊടുത്ത് ടീം സൗപർണികയ്ക്ക് വനിതാ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഒരു കേക്ക് കട്ടി. എല്ലാവരും ചേർന്ന് കൈകൾ തമ്മിലടിച്ച് ആ ചടങ്ങ് ഭംഗിയാക്കി. പിന്നീട് ഓർമ്മകൾ പങ്കുവെക്കലും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ചിക്കിച്ചികയലുമാണ്. തങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ച് വീടിനും വീട്ടുകാർക്കും വേണ്ടി പൊരുതിയ നാളുകൾ കുറച്ച് സമയത്തേക്ക് മനസ്സിൽ നിന്നും മായ്ച്ച് സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സ്വപ്നങ്ങളുടെ, കഥകളുടെ കെട്ടഴിച്ചു തമ്മിൽ പങ്കുവെച്ചു. ആ പഴയ കാലത്തെ നൊമ്പരങ്ങളല്ല, മറിച്ച് ഈ പ്രായത്തിലും തങ്ങൾക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും ആ കാര്യങ്ങൾക്കൊക്കെ കൂടെ സപ്പോർട്ടായി നിൽക്കുന്ന ഭർത്താവിനെയും വീട്ടുകാരെയും വിസ്മരിക്കാതെ വയ്യ. ഇനിയുള്ള നാളുകളെങ്കിലും തങ്ങൾക്കിഷ്ടപ്പെട്ട ചെറുതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന ആവേശമാണ് അമ്മമാരുടെ കൺകളിലെ തിളക്കവും ശരീരത്തിലെ ഊർജവും. അതാണ് ഈ കൂട്ടായ്മയിൽ കിട്ടുന്ന അവർക്ക് നൽകുന്ന എനർജി. ഏതൊരു എനർജി ഡ്രിങ്കിനേക്കാളും മൂല്യമേറിയതാണത്. ടീം സൗപർണികയിലെ ഓരോരുത്തരും വീട്ടിലെ സ്നേഹനിധികളായ ഭാര്യമാരായും അമ്മമാരായും കമ്പനികളിലെ അല്ലെങ്കിൽ ജോലിസ്ഥലങ്ങളിലെ മിടുക്കികളായ ജീവനക്കാരായും അവർ മാറി. ഈ കൂട്ടത്തിൽ വരുമ്പോൾ അവർ വെറും അന്നത്തെ ആ സ്കൂൾ കുട്ടികളാണ്. ചിരിച്ചും കളിച്ചും പാട്ടുപാടിയും അവർ ആസ്വദിക്കുമ്പോൾ ലോകത്തോട് പറയുന്നത് ഒന്നേയുള്ളൂ: ആഘോഷിക്കാൻ നമുക്ക് നമ്മളാവാൻ പ്രായമോ തിരക്കുകളോ തടസ്സമല്ല, മനസ്സുണ്ടായാൽ മതി. ഈ കൂട്ടായ്മയ്ക്ക് ഇനിയും ഇതുപോലെ ഒരുപാട് ദിനങ്ങൾ കൂടാനും പാടാനും ആടാനും ആസ്വദിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു വനിതാ ദിനാശംസകളോടെ ടീം സൗപർണിക.